ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന്, ഏതാണ് ഏറ്റവും നല്ല ഹെയർ ഓയിൽ, മുടി വളരാനുള്ള ഏറ്റവും നല്ല ഹെയർ ഓയിൽ ഏതാണ്. രണ്ട്, ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അത് ചെറുതായിട്ട് ചൂടാക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഒന്ന് പറഞ്ഞു പോകാം. 5 മിനിറ്റ് ഒക്കെ ഉള്ളൊരു വീഡിയോ മാത്രമാണ് കേട്ടോ, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. ലൈക്കും കമന്റും ഒക്കെ തരണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഏറ്റവും നല്ല ഹെയർ ഓയിൽ ഏതാണെന്ന് നോക്കാം. ആരും തന്നെ നമ്മുടെ ഇഷ്ടത്തിനല്ല ചെറുപ്പം മുതലേ ഓയിലുകൾ തേച്ച് തുടങ്ങിയതല്ലേ. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ നമുക്ക് ഓരോ ഓയിലുകൾ ഉപയോഗിച്ച് തന്നു. വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ നല്ലെണ്ണ തേക്കുന്നവരുണ്ട്, ആവണക്കെണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ശീലങ്ങളാണല്ലേ, പരമ്പരാഗതമായിട്ട് പിന്തുടർന്ന് വന്ന ശീലങ്ങളാണ് മെയിനായിട്ട് ഈ എണ്ണ. അപ്പോൾ നമ്മുടെ ആ ശീലങ്ങളായിട്ടുള്ള എണ്ണയെ ബേസ് ആയിട്ട് എടുക്കണം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വെളിച്ചെണ്ണ എടുക്കണം, ആവണക്കെണ്ണ ആണെങ്കിൽ ആവണക്കെണ്ണ എടുക്കണം. അങ്ങനെ ഏത് ഹെയർ ഓയിൽ ആണെന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്നൊരു എണ്ണ ഉണ്ടാവും, രണ്ട് അതിനകത്ത് കുറച്ച് മരുന്നുകൾ ചേർത്തിട്ടുണ്ടാവും. പച്ചമരുന്നുള്ള എണ്ണ ഏതെല്ലാം മരുന്നുകൾ ചേർത്ത് ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച ഹെയർ ഓയിൽ ആവുന്നത് എന്നാണ് കേട്ടോ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. തിരിച്ചു പോന്നിട്ടുള്ള എണ്ണയെ ബേസ് ആയിട്ട് എടുക്കണം. ഉദാഹരണത്തിന് ഞാനിവിടെ വെളിച്ചെണ്ണ എടുക്കുകയാണ്. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നല്ല ഗുണമേന്മയുള്ള ശുദ്ധമായ കലർപ്പില്ലാത്ത വെളിച്ചെണ്ണ തന്നെ തിരഞ്ഞെടുക്കുക. നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ തിരഞ്ഞെടുക്കണം. അതിലോട്ട് പരമ്പരാഗതമായിട്ട് തന്നെ തലമുടി വളർച്ചയ്ക്ക് പേര് കേട്ടിട്ടുള്ള കുറച്ച് ഔഷധ ചെടികളുണ്ട് നമുക്ക് വീടിന് ചുറ്റും. അവ ചേർത്തിട്ട് മരുന്നുണ്ടാക്കണം. അതായത് ബ്രഹ്മി, മൈലാഞ്ചി, കറ്റാർവാഴ, നെല്ലിക്ക, നീലിയാമ്പരി, കയ്യോന്നി, ചെമ്പരത്തിപ്പൂവ്, ചെത്തിപ്പൂവാണ് മെയിനായിട്ട് തലമുടി വളരാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ. അപ്പോൾ കേശവർദ്ധിനി ചെടി തലമുടി വളരുമെന്നും കൂടെ പറയപ്പെടുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് തെളിവൊന്നുമില്ല. ബാക്കിയെല്ലാം ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് പോന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് നീർ കൊടുത്തോ നീർക്കെട്ടോ ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള കുറച്ച് മറ്റുള്ള മരുന്നുകളോട് ഇട തുളസിയില, പനിക്കൂർക്ക ഇല, പൂവാങ്കുരുന്നില, മൂലിച്ചെയ്യൊക്കെ ചുമയ്ക്ക് കഫക്കെട്ടിനൊക്കെ നല്ലതാണ്. തുമ്പയില്ല, അതൊക്കെ സൈനസൈറ്റിക്സ് ഉണ്ടാവാതിരിക്കാൻ നല്ലതാണ്. ഇങ്ങനെയുള്ള കുറച്ച് മരുന്നുകളുണ്ട്. മുക്കുറ്റിയൊക്കെ ഉണ്ട്, നിലനാരകമൊക്കെ ഉണ്ട്, ചതുരമുല്ല, അങ്ങനെ കുറച്ച് മരുന്നുകൾ. ചിലവർ അഞ്ചരക്കല്ലൊക്കെ ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മരുന്നുകൾ, കരിഞ്ജീരകം, ഉലുവയൊക്കെ ഇതിനോട് ചേർക്കുക. ലാസ്റ്റ് എണ്ണ ഒരു പരുവത്തിനൊക്കെ വരുമ്പോൾ നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു വിധിപ്രകാരമാണ് എണ്ണ കാച്ചേണ്ടത്. ചുമ്മാ ഇച്ചിരി എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് മരുന്നുകൾ അരച്ച് ഒഴിച്ച് ഗ്യാസ് അടുപ്പിൽ വെച്ചൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് കേട് വന്നൊരു സാധനം മാത്രമാണെന്ന് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പലതരം ഹെയർ ഓയിലുകൾ ഉപയോഗിച്ചിട്ടും തലമുടി വളരാത്തത്, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. 3 ദിവസം എടുത്ത വിധിപ്രകാരം ഉണ്ടാക്കണം. വിധിപ്രകാരം എന്ന് പറയുമ്പോൾ കുറച്ച് മരുന്നുകൾ ഇടിച്ചു പിഴിഞ്ഞ നീരില് വേറെ കുറച്ച് മരുന്നുകൾ അരച്ച് ചേർത്ത് 3 ദിവസം എടുത്തിട്ടാണ് ഈ എണ്ണ തയ്യാറാക്കുന്നത്. ഇതിന് ഓരോ സ്റ്റെപ്പുകളുണ്ട്. 3 സ്റ്റെപ്പായിട്ടാണ് ഈ 3 ദിവസം എടുക്കുന്നത്. വളരാൻ നമ്മൾ സ്വന്തമായിട്ട് നല്ല രീതിയിൽ വിധിപ്രകാരം ഉണ്ടാക്കിയെടുക്കുന്ന ഹെയർ ഓയിലാണ് ഏറ്റവും നന്നായിട്ട് മുടി വളരാൻ സഹായിക്കുന്നത്. ഇതിനാണ് തലമുടിയിൽ എണ്ണ തേക്കുമ്പോൾ ഈ എണ്ണ ചൂടാക്കാൻ പറയുന്നത്. പലരും ചൂടാക്കി തേക്കുന്നുണ്ട്, പക്ഷെ ഇത് എന്തിനാണെന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. തലമുടിയിൽ എണ്ണ തേക്കുന്നത് എന്തിനാ? ഈ എണ്ണ തലമുടിയിൽ ശരിക്കും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഇത് ആഗിരണം ചെയ്യാനും തലമുടി വളരാനും അല്ലേ. ഈ എണ്ണ കട്ടി കൂടുതലാണെന്ന് അറിയാലോ. ഈ എണ്ണയിലെ തന്മാത്രകൾക്ക് കട്ടി കൂടുതലാണ്. അപ്പോൾ ഈ തന്മാത്ര ചൂടാക്കുമ്പോൾ വിഘടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ എണ്ണ ചൂടാക്കുന്നത്. എണ്ണ ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ പറഞ്ഞു പോട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ പറഞ്ഞെന്നും പറഞ്ഞ് എണ്ണ തിളപ്പിച്ചൊക്കെ ചൂടതിൻ്റെ ഒക്കെ പോയിട്ട് തല തേക്കുന്നതിനൊന്നും ഒരു ഗുണവും ഇല്ല. എണ്ണ ചൂടാക്കുമ്പോൾ 2 രീതിയിൽ ചൂടാക്കാം. 2 അല്ല 4 രീതിയിൽ ചൂടാക്കാം. അതായത് ഒന്ന്, ഒരു സ്റ്റീൽ തവിയോ പാത്രം എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചൂടായ ഈ പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചാൽ അത് ചൂടാകും. ചൂടുവെള്ളത്തിലോട്ട് വേറൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ഇറക്കി വെച്ചാലും ഈ എണ്ണ ചൂടായി കിട്ടും. പിന്നെ നല്ല വെയിലുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ചാലും എണ്ണ ചൂടായി കിട്ടും. പിന്നെ നമ്മൾ അടുപ്പിൽ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുത്തൊരു പാത്രത്തിൽ എടുത്ത് വെച്ചാലും എണ്ണ ചൂടായി കിട്ടും. അല്ലാതെ ഡയറക്റ്റ് എണ്ണ ചൂടാക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതായിട്ട് ചൂടായ എണ്ണയിലോട്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് ഒഴിച്ചു കഴിഞ്ഞാൽ തലമുടി നരക്കില്ല എന്ന് ഞാൻ 100% ഗ്യാരണ്ടി തരാം കേട്ടോ. അതായത് നല്ല ഇൻഗ്രീഡിയൻസുകളൊക്കെ, തലമുടി നരയ്ക്കാതിരിക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്തിട്ടുള്ള എണ്ണ ഉപയോഗിക്കുകയും അതിനോടൊപ്പം നല്ല പോഷക ആഹാരങ്ങളൊക്കെ കഴിക്കുകയും അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് എണ്ണയിൽ ചേർത്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തലമുടി നരക്കില്ല. മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ചോദിച്ചാൽ ഇതുപോലെ ഇവിയോന്റെ ക്യാപ്സ്യൂളാണ് കേട്ടോ കിട്ടാറ്. അപ്പോൾ ഞാനിതൊരു സ്ട്രിപ്പ് തന്നെ വാങ്ങിച്ചു വെക്കും. ഇത് നമ്മുടെ മുഖത്തോ സ്കിന്നിനോ അതുപോലെ ഹെയർ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. അതുപോലെ ഹെയർ ഓയിൽ ഇങ്ങനെ ചെറിയ കുപ്പികളിൽ പകർന്ന് എടുത്ത് വെക്കുമ്പോൾ കുറച്ച് മാത്രമാണ് കേട്ടോ ഞാൻ എടുത്ത് വെക്കാറ്. ഈ തണുപ്പ് കാലാവസ്ഥയിലൊക്കെ കൂടുതൽ ഓയിൽ പകർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചൂടായ ഒരു സ്റ്റീൽ തവിയിലോട്ട് ഇതുപോലെയാണ് ഞാൻ ഹെയർ ഓയിൽ ഒഴിച്ചു കൊടുക്കാറ്. എന്നിട്ട് ഇതിലോട്ടൊരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള്
ഒരു പിൻ ഉപയോഗിച്ച് ഒന്ന് പൊട്ടിച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഇങ്ങനെ നമുക്ക് എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ചൂടായ തവിയിലോട്ട് എണ്ണ ഒഴിക്കുമ്പോൾ ആ എണ്ണ ചൂടാകും, അതിലോട്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടെ ഒഴിക്കുമ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ തയ്യാറാക്കിയ ഹെയർ ഓയിൽ നമ്മൾ നല്ല രീതിയിൽ ജടക്കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം തലമുടിയിൽ സ്കാൽപ്പിലും പുരട്ടി കൊടുക്കാം. അപ്പോൾ ഒരു മർമ്മസ്ഥാനമൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ചെന്നി എന്ന് പറയും. നമ്മുടെ ഈ നെറുകയുടെ താഴെയായിട്ട് ചെവിക്ക് മുകളിലായിട്ടുള്ള ഇരുവശത്തും നല്ല രീതിയിൽ തന്നെ ഒരു മസാജിങ് ഒക്കെ കൊടുക്കണം. അത് തലമുടി വളരാനൊക്കെ ഈ മർമ്മസ്ഥാനത്ത് എണ്ണ പുരട്ടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എണ്ണ പുരട്ടുകയും മസാജ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് തലമുടിയൊക്കെ കൊഴിഞ്ഞു പോകും. പക്ഷെ അതൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. വിരൽ തുമ്പ് കൊണ്ട് മുക്കി നല്ല രീതിയിൽ തന്നെ നല്ലൊരു മസാജിങ് ഒക്കെ തലമുടിയിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ്. എന്നിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കി നിങ്ങൾക്കത് വാഷ് ചെയ്ത് കളയാം. ഒരിക്കലും എണ്ണ വെച്ചുകൊണ്ടിരിക്കരുത്. തലമുടി കഴുകാനായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് തന്നെ താളി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വീട്ടിൽ തന്നെ കിട്ടുന്ന നമുക്ക് കറ്റാർവാഴ, ചെമ്പരത്തി ഇല, അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിർബിടുത്തൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് പനിക്കൂർക്കയിലയും തുളസിയിലയും ഒക്കെ എടുക്കാം. ഇതെല്ലാം കൂടെ ഞെവിടി പിഴിഞ്ഞ് അത് അരിച്ച് നല്ല രീതിയിൽ തന്നെ അരിച്ചെടുത്തതിലോട്ട് 2-3 തുള്ളി ആയുർവേദിക് ഷാമ്പൂ കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി പതപ്പിച്ച് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ടുള്ള താളി ഷാമ്പൂ വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ എണ്ണയും മെഴുക്കും ഒക്കെ നന്നായിട്ട് പോയി കിട്ടും. തലമുടി വളരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നല്ല ഗുണമേന്മയുള്ള ഹെയർ ഓയിൽ ഉപയോഗിക്കണം, അത് വാഷ് ചെയ്ത് കളയുകയും ചെയ്യണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഹെയർ പാക്കുകൾ, ഹെയർ ക്രീമുകൾ, അതുപോലെ ഹെയർ ടോണിക്കുകളൊക്കെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ തലമുടി വളർച്ച പെട്ടെന്നാക്കും. നമുക്ക് എത്ര പ്രായമായാലും ഒരു 40 വയസ്സൊന്നും കഴിഞ്ഞാലും നമ്മുടെ തലമുടി നരക്കില്ല, അതുപോലെ കൊഴിഞ്ഞധികം പോകില്ല. ആരോഗ്യം നിശ്ചയിക്കുന്നത് അത് എത്ര നീളത്തിലുണ്ടെന്നുള്ളതിൻ്റെ അല്ല, അതിൻ്റെ ആ ഒരു ബലം, മിനുസം, അതിൻ്റെ സ്ട്രക്ചർ, ഇലാസ്റ്റിസിറ്റി, ഇതൊക്കെ അതിൻ്റെ നിറം, നരയ്ക്കാതിരിക്കുന്നത്. വയസ്സാകുമ്പോഴാണ് നരയ്ക്കുന്നത്. അപ്പോൾ തലമുടിക്ക് ചെറുപ്പമാണെങ്കിൽ തലമുടി നരയ്ക്കില്ല. അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. അപ്പോൾ എല്ലാവരും നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള മികച്ച ഹെയർ ഓയിൽ, പരമാവധി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഹെയർ ഓയിൽ ഉപയോഗിക്കുക. അതുപോലെ ഹെയർ ഓയിൽ ചെറുതായിട്ട് ചൂടാക്കി ഉപയോഗിക്കുക. അതുപോലെ അത് നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്ത് കളയുക. കൂടുതൽ ഷാമ്പുവോ അതുപോലെ ഹാർഡായിട്ടുള്ള കെമിക്കലുകളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ആയുർവേദിക് ആയിട്ടുള്ള താളിയൊക്കെ ഉപയോഗിച്ച് മുടി കഴുകിയെടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താളി ഉപയോഗിച്ച് കഴുകിയാലും ഹെയർ പാക്കുകളും ഹെയർ മാസ്കുകൾ, ഹെയർ ടോണിക്കുകളൊക്കെ, ഹെയർ ക്രീമുകളൊക്കെ ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള, നല്ല ഇലാസ്റ്റിസിറ്റിയുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള തലമുടി സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചുരുണ്ട മുടി എല്ലാം നല്ല സ്ട്രൈറ്റ് ചെയ്യാനൊക്കെ പറ്റും. നമ്മളിങ്ങനെ കുറേ നാൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ പലർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് തലമുടി ഇങ്ങനെ ചുരുണ്ടു പോകും. അതായത് അതൊരു സ്ട്രൈറ്റ് ആയിട്ട് കിടക്കില്ല എന്നോ. അതിന് നമുക്ക് വീട്ടിൽ തന്നെ പരിഹാരമുണ്ട്. ആഴ്ചയിൽ 1 ദിവസം വെച്ചിട്ടുള്ള ചില ഹെയർ ക്രീമുകൾ ഉണ്ടാക്കി തേച്ചാൽ അതിനും പരിഹാരമുണ്ട് കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള രീതി പിന്തുടരുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ തലമുടി നഷ്ടപ്പെടുകയില്ല. നമുക്ക് എന്നും, അന്നും, ഇന്നും, എന്നും ഒരേപോലെ തലമുടി നിലനിർത്താനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ തരണം കേട്ടോ. താങ്ക് യു.